ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് മോളി. ഞാൻ എറണാകുളം ജില്ലയിലെ നോർത്ത് കുത്തിയതോട് എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ആദ്യത്തെ സാക്ഷ്യം പറയുന്നത് എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ്. അവൾക്ക് 2020 യൂട്രസിൽ ക്യാൻസർ വന്നിട്ട് ഓവറിയും യൂട്രസ് എല്ലാം റിമൂവ് ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് 6 കീമോയും മറ്റ് ഫോളോ അപ്പൊക്കെ ചെയ്ത് ആ രോഗം ഏകദേശം ഒരു ശാന്തതയിൽ വന്നു. അപ്പോഴാണ് 2024 ഡിസംബർ മാസത്തിൽ ഒരു ദിവസം പെട്ടെന്ന് ബ്രസ്റ്റിൽ പഴുപ്പും വേദനയും നീർക്കെട്ടും വന്നു. ആ ഇടയ്ക്കാണ് ഞാൻ ഈ അത്ഭുത ജപമാലയെക്കുറിച്ച് എൻ്റെ മൂത്ത നാത്തൂൻ്റെ കയ്യിൽ നിന്ന് ലിങ്ക് കിട്ടുന്നതും ഇതിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാനും തുടങ്ങിയത്. ഞങ്ങൾ ഈ ബ്രസ്റ്റിൽ പഴുപ്പും നീരും വേദനയും കണ്ടപ്പോൾ ഉടനടി എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ പോയി. ഇപ്പോൾ ഡോക്ടർ മാമോഗ്രാം സജസ്റ്റ് ചെയ്തു. മാമോഗ്രാമിൽ നേരിയ സംശയം തോന്നിയിട്ട് വീണ്ടും ഒരു കോൺട്രാസ്റ്റ് മാമോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. ഈ കാലയളവിലെല്ലാം ഞങ്ങൾ വെഞ്ചിരിച്ച ഒലീവ് ഓയിലും ചേർത്ത് തൊട്ട് പുരട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും കോൺട്രാസ്റ്റ് മാമോഗ്രാം ചെയ്തപ്പോൾ അത് അത്ഭുതമെന്നോണം അത് നെഗറ്റീവാക്കി കിട്ടി. രണ്ടാമത്തെ സാക്ഷ്യം, എനിക്ക് അലർജിയുടെ അസുഖമായിരുന്നു. രാത്രിയിലാണ് അത് അധികരിക്കണേ. രാവ് മുഴുവൻ ഉറക്കമില്ലാതെ ഇരുന്ന് ശരീരം മുഴുവൻ മാന്തി ചൊറിഞ്ഞ് ചോര വരുന്നവരെ മാന്തിക്കൊണ്ടിരിക്കും. അത് കഴിയുമ്പോൾ അത് കരിഞ്ഞുണങ്ങി ശരീരം മുഴുവൻ കറുത്ത പാടുകളായി. ഇവിടെ നിന്ന് കൊണ്ടുവന്ന വെഞ്ചിരിച്ച ഒലീവ് ഓയിൽ ചേർത്ത് പുരട്ടുകയും അത്ഭുതങ്ങളുടെ ജപമാലയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത് കരിഞ്ഞുണങ്ങി ഇതൊക്കെ ശരിയായി അലർജി രോഗം മാറിക്കിട്ടി. ഇതിനിടയ്ക്ക് ഞങ്ങൾ കൂടുന്ന ജപമാലയിൽ അച്ഛൻ വിളിച്ചു പറയുന്നുണ്ട്, അലർജി രോഗക്കാർ പ്രാർത്ഥിച്ചോളൂ, മോളിയെ ദൈവം അനുഗ്രഹിക്കുന്നു. മൂന്നാമതൊരു സാക്ഷ്യം എൻ്റെ അനിയത്തിയുടെ മകന് വേണ്ടിയിട്ടാണ്. അവൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ച കുട്ടി ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഡിപ്രഷൻ, ടെൻഷൻ, അവന് ജോലിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. 3 ഹോസ്പിറ്റലിൽ മാറി മാറി അവൻ കയറി. 1 മാസത്തിൽ കൂടുതൽ നിൽക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ ഈ ഒരു പ്രശ്നം അത്ഭുതങ്ങളുടെ ജപമാലയിൽ പ്രത്യേകം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ആ കുട്ടി ഇപ്പോൾ 10 മാസമായിട്ട് എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലിൽ ജോലിയിൽ തുടർന്നു.